നമസ്കാരം. മൈ ആസ്ട്രോവിനിന്റെ ഒരു പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ അധ്യായം നമ്മുടെ ബ്രഹ്മമുഹൂർത്തത്തിലെ അത്ഭുത ശക്തിയെക്കുറിച്ച് വിവരിക്കുന്നതാണ്. കൂടാതെ ഈ ബ്രഹ്മമുഹൂർത്തത്തില് ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നത് വഴി നിങ്ങളുടെ ജീവിതം തന്നെ മാറി മറിയാൻ പോവുകയാണ്. ഈ ബ്രഹ്മമുഹൂർത്തം എന്ന് വിളിക്കുന്നത് സൂര്യോദയത്തിന് മുൻപേയുള്ള പുലർച്ചെ 4 മുതൽ 5:30 വരെ നീളുന്ന അത്യന്തം ദൈവികമായ സമയത്തെയാണ്. ഈ സമയം നിങ്ങൾ ഉണരുന്നത് അത്യുഗ്ര ശുഭകരമായിട്ടാണ് കരുതപ്പെടുന്നത്. കൂടാതെ ഈ സമയം ഗായത്രി മന്ത്രമൊക്കെ ജപിക്കുകയും അതുപോലെ തന്നെ ഇഷ്ടദേവതയെ ധ്യാനിക്കുകയും ചെയ്യുന്നത് വഴി നിങ്ങളുടെ മനസ്സിനും ആത്മീയ ശക്തിക്കും വലിയ ഗുണമാണ് ചെയ്യുന്നത്. ഇപ്പൊ മുഴുവൻ സമയം ഇപ്പോൾ ധ്യാനത്തിന് ചെലവഴിക്കാനായിട്ട് കഴിയില്ല. അങ്ങനെ ചെലവഴിക്കാൻ നിങ്ങൾക്ക് കഴിയാത്ത പക്ഷം കുറഞ്ഞത് 10 മുതൽ 15 മിനിറ്റെങ്കിലും മന്ത്രജപത്തിലും ധ്യാനത്തിലും മുഴുകുന്നത് ഏറെ ഫലപ്രദമായിരിക്കും. ഒരു പ്രത്യേക ആഗ്രഹമോ അഭിലാഷമോ ഒക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഈ മന്ത്രജപത്തിനിടെ അത് മനസ്സിൽ സൂക്ഷിച്ചാൽ മാത്രം മതി. കാരണം നിങ്ങൾക്ക് ദൈവാനുഗ്രഹം ലഭിക്കുന്ന കാര്യത്തിൽ ഞാൻ ഉറപ്പു പറയുകയാണ്. അപ്പൊ ആഗ്രഹങ്ങളൊക്കെ സഫലമാകുകയും ജീവിതത്തിലെ ബുദ്ധിമുട്ടുകൾ ലഘൂകരിക്കപ്പെടുകയും ചെയ്യുന്നു എന്ന വിശ്വാസം ഉണ്ട്. മന്ത്രജപത്തിന് പുറമെ ഈ നേരത്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന അനുയോജ്യമായ മറ്റു ശുഭകർമ്മങ്ങളും അതുപോലെ തന്നെ ആചാരങ്ങളും ഉണ്ടെന്നാണ് പുരാണങ്ങളിൽ പറയുന്നത്. ഹിന്ദുമതത്തിലെ ബ്രഹ്മമുഹൂർത്ത സമയത്ത് കുളിക്കുന്നത് അത്യന്തം ശുഭകരവും ശക്തി പകരുന്നതുമായ ആചാരമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഈ സമയത്ത് കുളിക്കുന്നത് നെഗറ്റീവ് എനർജിയെ നീക്കം ചെയ്ത് ശരീരത്തിലും മനസ്സിലും പോസിറ്റീവ് എനർജിയെ നിറയ്ക്കുമെന്നാണ് വിശ്വാസം. അതിനാലാണ് ഇത് പാലിൽ കുളിക്കുന്നതിനോട് തുല്യമായ പുണ്യമായിട്ട് പലരും കണക്കാക്കപ്പെടുന്നത്. ബ്രഹ്മമുഹൂർത്ത കുളി എന്നൊക്കെ പറയുന്നില്ലേ, ഇത് നിങ്ങൾക്ക് ശരീരത്തിന് പുതുമയും ഉന്മേഷവും നൽകുന്നുണ്ട്. ആരോഗ്യത്തിന് മൊത്തം പറയുകയാണെങ്കിൽ ക്ഷേമം മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. ഇത് മനസ്സിനെ ശാന്തമാക്കി പുതിയ ഊർജമാണ് നിങ്ങൾക്ക് പകരുന്നത്. ശക്തി, ബുദ്ധി, മാനസിക സ്ഥിരത എന്നിവയൊക്കെ വർദ്ധിപ്പിക്കുന്നുണ്ട്. അതിനാൽ തന്നെ ഇത്തരം പുണ്യകരമായ കുളി ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമാക്കാൻ ശാസ്ത്രങ്ങളും അതുപോലെ തന്നെ ശാസ്ത്ര ചിന്തകളും ഒക്കെ ഒരുമിച്ച് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. തുളസി വിളക്കിന് ബ്രഹ്മമുഹൂർത്തമായിട്ട് ബന്ധമുണ്ട്. ഹിന്ദു മതത്തിലെ തുളസി അത്യന്തം വിശുദ്ധവും അതുപോലെ തന്നെ മംഗളകരവുമായ സസ്യമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ബ്രഹ്മമുഹൂർത്തത്തിൽ നിങ്ങൾ എഴുന്നേറ്റ് മന്ത്രജപവും ധ്യാനവും ഒക്കെ നടത്തിയ ശേഷം തുളസിക്ക് സമീപം വിളക്ക് കൊളുത്തുന്നത് വളരെ ശുഭകരമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. തുളസിക്ക് വെള്ളം അർപ്പിക്കുന്നതും മഹത്തായ ഒരു പുണ്യകർമ്മമായിട്ടാണ് കരുതപ്പെടുന്നത്. ഈ ആചാരങ്ങളൊക്കെ നിങ്ങൾ അനുഷ്ഠിക്കുന്നത് വഴി മുൻജന്മങ്ങളിൽ ഉണ്ടായ പാപങ്ങൾ പോലും ലഘൂകരിക്കുമെന്നാണ് വിശ്വാസം. ഇത് ആത്മീയ വളർച്ചയ്ക്ക് ഒരാളുടെ വ്യക്തി ജീവിതത്തിലും അതുപോലെ തന്നെ സാമൂഹിക ജീവിതത്തിലും ഒക്കെ നല്ല മാറ്റങ്ങൾ വരുത്താനായിട്ട് സഹായിക്കുന്നുണ്ട്. തുളസിയുടെ അടുത്ത് വിളക്ക് തെളിയിക്കുന്നത് ജീവിതത്തിലെ നിലവിലുള്ള പ്രശ്നങ്ങളെയൊക്കെ ശമിപ്പിക്കാനും അതുപോലെ തന്നെ കരിയറിലെ തടസ്സങ്ങളൊക്കെ നീക്കാനും അനുകൂല പ്രഭാവം ചെലുത്തുന്നതായിട്ടാണ് പറയപ്പെടുന്നത്. പുലർച്ചെ 4 മണിക്ക് എഴുന്നേറ്റ് ശാന്തവും ശുചിയുള്ളതുമായ സ്ഥലത്ത് യോഗയും ധ്യാനവും ഒക്കെ അഭ്യസിക്കുന്നത് അത്യന്തം ഗുണപരമായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് കരുതപ്പെടുന്നത്. ഈ സമയത്തെ അന്തരീക്ഷം നിശബ്ദവും ഊർജസ്വലവുമായതിനാലാണ് ധ്യാനത്തിന്റെ ഫലപ്രാപ്തി വർദ്ധിക്കുന്നത്. അപ്പൊ ബ്രഹ്മമുഹൂർത്തത്തിലെ ധ്യാനം മനസ്സിന് ശരീരത്തിനൊക്കെ മികച്ച ആരോഗ്യം നൽകുകയും ബുദ്ധിശക്തിയും മാനസിക സ്ഥിരതയും ശക്തിയൊക്കെ കൂട്ടുകയും ചെയ്യുന്നുണ്ട്. ഇത്തരം അഭ്യാസങ്ങൾ ഒരാളിൽ പോസിറ്റീവ് എനർജി, സമാധാനം, വിജയത്തിന് വേണ്ട ഉത്സാഹം എന്നിവയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഈ സമയത്ത് ഉണർന്ന് യോഗയും ധ്യാനവും ഒക്കെ ചെയ്യുന്നതിലൂടെ ഓരോ ദിവസവും നിങ്ങൾക്ക് പുതുമയോടും ഉന്മേഷത്തോടും പോസിറ്റിവിറ്റിയോടും ഒക്കെ കൂടിയാണ് നിങ്ങളുടെ ജീവിതം ആരംഭിക്കുന്നത്, ആ ഒരു ദിവസം തന്നെ ആരംഭിക്കുന്നത്. അപ്പൊ ഇതുവഴി നിങ്ങൾക്ക് ജീവിതത്തിൽ സന്തുലിതാവസ്ഥയും ശാന്തതയും ഒക്കെ നിലനിർത്താനായിട്ട് കഴിയും. വ്യക്തിപരമായിട്ട്, സാമൂഹികമായിട്ട്, തൊഴിൽപരമായിട്ട് മികച്ച പ്രകടനം തന്നെ കാഴ്ചവെക്കാൻ ഒരാളെ
പ്രാപ്തനാക്കുകയും ചെയ്യുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ബ്രഹ്മമുഹൂർത്ത സമയത്ത് എഴുന്നേറ്റ് കുളിച്ച് ശുദ്ധിയായിട്ട് ഗായത്രി മന്ത്രമൊക്കെ ജപിക്കുക, ഇഷ്ടദേവതയൊക്കെ പ്രാർത്ഥിക്കുക, ശേഷം തുളസിക്ക് അല്പം വെള്ളം കൊടുത്ത് വിളക്ക് കൊളുത്തുക. ഈ സമയം തന്നെ യോഗയൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ മൊത്തത്തിൽ നിങ്ങളുടെ ജീവിതം ഒരു പോസിറ്റീവ് എനർജിയോട് കൂടി ആരംഭിക്കാനായിട്ട് നിങ്ങൾക്ക് കഴിയും. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ അധ്യായം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും വേണ്ടിയിട്ട് ശ്രമിക്കുക. നന്ദി, നമസ്കാരം.